സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. എത്ര പേരുണ്ടായിരുന്നില്ലയോ അന്ന് RSSകാർ? നാഗ്പൂരിന് പുറത്ത് RSSനെ അറിയുന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു? എൻ്റെ നാട് കടത്തൽ എന്ന് പറഞ്ഞിട്ട് സാവർക്കർ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ സാവർക്കറാണ് ഈ മാപ്പപേക്ഷ എഴുതി എന്ന് പറയുന്നത്. കാരണം അന്ന് അതൊരു നാണക്കേടായിരുന്നില്ല. മനുഷ്യൻ്റെ ഭാരതത്തിൽ പൊതുവെ ദേശീയ വികാരം കൂടിക്കൂടി വരുന്നു. ദേശീയ വികാരം വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഏത് പാർട്ടിക്കാണോ അവർക്ക് വിജയം ഉണ്ടാകും. RSS തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതാപരമായിട്ട് ശരിയല്ല. RSS എപ്പോഴും പ്രവർത്തിക്കുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. RSSനെ കുറിച്ചുള്ള ചർച്ച തുടരുകയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ് തുടരുകയാണ് നമ്മോടൊപ്പം. നമസ്കാരം. പലരും ഇപ്പോൾ വിമർശിക്കാറുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് RSS വഹിച്ചിട്ടുള്ളത്? RSSനെ നെഹ്റു 2 പ്രാവശ്യം നിരോധിച്ചിട്ടില്ലേ? പക്ഷേ നെഹ്റു തന്നെ പിന്നീട് RSSനെ ക്ഷണിച്ച് സ്വാതന്ത്ര്യ സമര പരേഡിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജസ്റ്റിസ് KT തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, RSS കീപ്സ് ഇന്ത്യ സേഫ്. ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ സ്റ്റാൻഡ്? അതെ, RSSൻ്റെ ഇന്നത്തെ വലിപ്പം പിറന്നു വീണ് 1925 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കരുത്. അതെ, കറക്റ്റ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. എത്ര പേരുണ്ടായിരുന്നില്ലയോ അന്ന് RSSകാർ? നാഗ്പൂരിന് പുറത്ത് RSSനെ അറിയുന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്യണമെന്നാണ് ആൾ വേണ്ടേ? ഇപ്പോൾ മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതൊക്കെ പറയാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് തന്നെ അന്നില്ല, എല്ലാം കോൺഗ്രസ് അല്ലേ, കോമൺ പ്ലാറ്റ്ഫോമാണ്. സ്വാതന്ത്ര്യ സമരം എല്ലാവരും നടത്തുന്നത് കോൺഗ്രസ് എന്ന പ്ലാറ്റ്ഫോമിലാണ്. അതല്ലാതെ നടത്തിയത് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗുമാണ്. ബാക്കിയുള്ള സകല വിപ്ലവകാരികളും പാർട്ടി എല്ലാം തന്നെ കോൺഗ്രസ്സാണ് ഈ ഒരു അടിസ്ഥാന പ്ലാറ്റ്ഫോം. സ്വാതന്ത്ര്യ സമരത്തിന് ചേരണം, അതിൽ പോകണം എന്നൊക്കെ ആവേശമുള്ളവർ നേരെ പോയി കോൺഗ്രസ്സിൽ ചേരുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആദർശമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഹിന്ദു മഹാസഭയിൽ അംഗമായിരിക്കുന്ന ആൾ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കും. മദൻ മോഹൻ മാളവ്യ അങ്ങനെ ഒരാളായിരുന്നു. ഹിന്ദു മഹാസഭയിൽ അതിൻ്റെ പേറ്റണായിട്ടൊക്കെ ഇരുന്നു. മറ്റേ പണ്ഡിറ്റ് ഗോവിന്ദ വല്ലഭ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന ആൾ. ഇവരെല്ലാം ഈ ഹിന്ദു മഹാസഭയെ സഹായിക്കുന്നവരായിരുന്നു. അതിൻ്റെ യോഗത്തിന് പോകും, അതിൻ്റെ ഒഫീഷ്യൽസായിട്ടിരിക്കും, ഒക്കെ ചെയ്യും. RSSൻ്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ, അദ്ദേഹവും കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയ ആളാണ്. ഓക്കെ. ആദ്യം വിപ്ലവകാരിയായിട്ട് പോയി. അതായത് മഹർഷി അരവിന്ദോ, കേശവ് ബൽറാം ഹെഡ്ഗേവാർ, പിന്നെ എനിക്ക് തോന്നുന്നു രാമപ്രസാദ് ബിസ്മിൽ, അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ. അവർ അനുശീലൻ സമിതി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയവരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൊക്കെ കൂടെ ബോംബ് വയ്ക്കുക, ആട്ടിമറി, ട്രെയിൻ മറിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. ബംഗാളിലാണ് കൂടുതലും പ്രവർത്തനം. എങ്ങും എത്തിയില്ല. നല്ല തലയിടി, ജയിലിൽ കിടന്നു, കഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല, ജനപിന്തുണയുമില്ല. അപ്പോൾ മനസ്സിലായി ഈ ഒറ്റപ്പെട്ട വിപ്ലവ പ്രവർത്തനം കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ. 4 പാടും പോയി. അരവിന്ദൻ പോണ്ടിച്ചേരിയിൽ പോയി, ആധ്യാത്മികതയിലേക്ക് മഹർഷിയാവാനായിട്ട് പോയി. ഹെഡ്ഗേവാർ തിരിച്ച് നാഗ്പൂർ വന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ്സാണ് പ്ലാറ്റ്ഫോം. മരിക്കുന്നവരെ 1940 മരിക്കുന്നവരെ കോൺഗ്രസിൻ്റെ വിദർഭ പ്രദേശ് ജനറൽ സെക്രട്ടറി കേശവ് ബൽറാം ഹെഡ്ഗേവാറാണ്. RSS 25 സ്ഥാപിച്ചു. അപ്പോഴും കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വിദർഭ പ്രദേശിൻ്റെ. 1940 മരിക്കുമ്പോഴും അദ്ദേഹം തന്നെയാണ് VPCC ജനറൽ സെക്രട്ടറി. ഓക്കെ. ഇവിടെ നമ്മുടെ KPCC, അത് VPCC, വിദർഭ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. ഇതായിരുന്നു കോൺഗ്രസ്. എല്ലാവരും കോൺഗ്രസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സമരം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ജയിലിൽ കിടന്ന് ആലോചനയായി തിരിച്ചു വന്നു. അപ്പോഴാണ് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. എങ്ങനെ? ഇപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെന്ന് വയ്ക്കുക, അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ? എത്ര തവണ നമുക്ക് നഷ്ടപ്പെട്ടു?
ഓരോരുത്തരും ശകന്മാർ, ഹൂണന്മാർ, ആമർ, മുഗളന്മാർ, അടിമ വംശം, മറ്റേ ഇവരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കീഴടങ്ങി കൊടുത്ത് എന്തുകൊണ്ട്? നമുക്കെന്തോ കുഴപ്പമുണ്ടല്ലോ. നമ്മൾ ഈ വലിയ വേദം, ഉപനിഷത്ത്, നമുക്കില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അതേസമയം നമ്മളെ ഭരിക്കാനായിട്ട് 4, 3, 7 പേര് വന്നാൽ മതി, നമ്മളപ്പോൾ തന്നെ കീഴടങ്ങുന്നു. ഇതെന്താ കാര്യം? എന്താ നമ്മുടെ ദൗർബല്യം? നമ്മൾ സംഘടിതരല്ല. ഒരു സമാജം, ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്ട്രോങ് അല്ല. അപ്പോൾ സൊസൈറ്റിയെ സ്ട്രോങ് ആക്കുക, അതിനുവേണ്ടി RSS തുടങ്ങി. RSS തുടങ്ങിക്കഴിഞ്ഞിട്ട് ഡോക്ടർ ജി വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി. വനസമരം എന്ന് പറയും അതിന്. അതായത് ഗാന്ധിയുടെ ദണ്ഡി ഉപ്പ് സത്യാഗ്രഹം ഓർമ്മയുണ്ടല്ലോ. അതെ. അപ്പോൾ ഉപ്പ് കുറുക്കാൻ പാടില്ല എന്ന് ബ്രിട്ടീഷുകാരുടെ നിയമം. അതുപോലെ വനത്തിൽ നിന്ന് ഈറ്റ വെട്ടാൻ പാടില്ല, ഇന്ന മരം വെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ നാഗ്പൂർ കടലില്ലല്ലോ, അതുകൊണ്ട് കാട്ടിൽ സമരം. വെട്ടരുതെന്ന് പറഞ്ഞാൽ ഈറ്റ വെട്ടും, കുറുക്കരുതെന്ന് പറഞ്ഞാൽ ഉപ്പ് കുറുക്കും. അങ്ങനെ കാട്ടിൽ ഈറ്റ വെട്ടാം. ഇതിന് പോകാനായിട്ട് ഇദ്ദേഹം RSSൻ്റെ സർസംഘചാലക സ്ഥാനം രാജിവെച്ചു. കാരണം RSSൻ്റെ പർപ്പസ് അല്ല ഇതുപോലത്തെ അജിറ്റേഷൻ, വഴക്ക്, സമരം, ഇതൊക്കെ. നിയമലംഘനമൊന്നും RSSൻ്റെ അജണ്ടയിലില്ല. കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റി മാത്രമേ പാടുള്ളൂ. സൊസൈറ്റിയെ ഓർഗനൈസ് ചെയ്യുക. രാഷ്ട്രീയ രംഗത്ത് വേറെ പ്രവർത്തിക്കുന്നുണ്ട് ആൾക്കാർ, അവർ പ്രവർത്തിച്ചോട്ടെ, അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യാം. ഇദ്ദേഹം രാജിവെച്ചിട്ട് സമരത്തിന് പോയി, ജയിലിലായി. 1.5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും സർസംഘചാലകമായി. ഈ ഇടവേളയിൽ സർസംഘചാലകമായ ആളാണ് പരാഞ്ച് പൈ എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ മനുഷ്യനാണ്, നല്ല കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഗുരുജി ഗോൾവൾക്കർ 2ാം സർസംഘചാലക് എന്ന് പറയുന്നത് സാങ്കേതികമായ അർത്ഥത്തിൽ ശരിയല്ല, 3ാം സർസംഘചാലകാണ്. അതായത് ഡോക്ടർ ജി, പിന്നെ പരാഞ്ച് പൈ, വീണ്ടും ഡോക്ടർ ജി, പിന്നെ ഗുരുജി. ശരിക്കും പറഞ്ഞാൽ 4ാം സർസംഘചാലകാണ് എന്ന് പറയണം. ബട്ട് അതാരും നോക്കാറില്ല, ചെറിയൊരു പീരീഡാണ്. ഇതായിരുന്നു സ്വാതന്ത്ര്യ സമരവും RSSും തമ്മിലുള്ള ഡൈനമിക്സ്. അത് കൂടാതെ ആളുകളുടെ എണ്ണം തീരെ കുറവ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റൊക്കെ നമ്മളുടെ ഇവിടെ ഇരിപ്പുണ്ട്, നാഷണൽ ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട്. അന്ന് തടവിൽ പോയവർ, ഇത് RSSനെ ഇടയ്ക്ക് നിരോധിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. 1936 സെൻട്രൽ പ്രോവിൻസ് ആൻഡ് ബെരാർ എന്ന് പറയും, CP ആൻഡ് ബെരാർ. അതായത് മധ്യപ്രദേശിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും ഒരു കഷ്ണം ചേർന്ന പ്രോവിൻസ്. അവിടെ RSSനെ സർക്കാർ ജോലിയിൽ കയറ്റിയില്ല, അങ്ങനെ പറഞ്ഞ് ഒരു നിരോധനം നിലവിലുണ്ടായിരുന്നു. അത് ലംഘിച്ചു, അതിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ ചരിത്രമൊക്കെ നമ്മുടെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. അതിലൊക്കെ കേസിൽപ്പെട്ട ആൾക്കാരൊക്കെ, അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. അങ്ങനെ ഇൻഡിവിജ്വൽ ലിസ്റ്റൊക്കെ RSSലെ പലരും ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് എ പാർട്ട്. ഞാൻ പറയുന്ന ബേസിക് പോയിൻറ്റ്, RSS വാസ് എ വെരി സ്മോൾ ഓർഗനൈസേഷൻ. അതെ. പക്ഷേ അതിൻ്റെ ഒപ്പം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സാർ, ഈ സവർക്കറുടെ മാപ്പപേക്ഷ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഒരു ആക്രമണത്തിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അതിൽ RSSനെ കുറ്റം പറയുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സാവർക്കർ RSSകാരനായിരുന്നില്ല. സാവർക്കർ ഈ മാപ്പ് എഴുതി എന്നൊക്കെ പറയുന്നത് ആൻഡമാനിൽ കിടക്കുമ്പോഴാണല്ലോ. അതൊക്കെ 1919, 20, 21 ആ സമയത്താണ്. RSS സ്ഥാപിക്കുന്നത് തന്നെ 1925. ഓക്കെ. RSS സ്ഥാപിക്കുന്നതിന് മുമ്പ് സാവർക്കർ മാപ്പ് എഴുതിയതിന് RSSകാരനെ നിങ്ങൾ കുറ്റം പറയുന്നില്ല. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, മാപ്പപേക്ഷയുടെ ഒരു ഫോർമാറ്റുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ലെമൻസി പെറ്റീഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിതാ ഖാത്ത് എന്ന് പറയും. നമ്മുടെ പത്രങ്ങളിലൊക്കെ വാർത്ത വരാറുണ്ട്. സൗദിയിൽ നിതാ ഖാത്തിന് കീഴിൽ 4000 മലയാളികളെ വിട്ടയക്കാൻ തീരുമാനിച്ചു. അതെ. ആർക്കും ഒരു വിഷമവും തോന്നാറില്ല. ഇല്ല. കാരണം ആ സൗദിയിൽ ക്രൈം ചെയ്ത, നമ്മളുടെ നോട്ടത്തിൽ പക്ഷേ ക്രൈമായിരിക്കും, ഓവർ സ്റ്റേ ചെയ്ത് പലവിധ പൊതുമാപ്പ്. ഈ പൊതുമാപ്പിന് ഒരു അപേക്ഷ കൊടുക്കണം ജയിലിൽ കിടന്നുകൊണ്ട്. ആ അപേക്ഷ സൗദിയിൽ എന്താ അതിൻ്റെ ഭാഷാ സംഗതി എന്ന് ആർക്കും അറിയില്ല. ഈ പൊതുമാപ്പിന് അപേക്ഷ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ ആശാൻ നിതാഖാത്തിൻ്റെ പുറത്ത് തിരിച്ച് കേരളത്തിൽ വരുന്നത്. ആരും ആ മനുഷ്യനെ കളിയാക്കാറുമില്ല, നീ മാപ്പ് എഴുതി കൊടുത്തിട്ടല്ലേ വന്നത്. ചിലപ്പോൾ മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്.
അപ്പോൾ ക്ലെമൻസി പെറ്റീഷൻ, പൊതുമാപ്പ് എന്നൊക്കെ പറയുന്നത് ജയിലിൽ കിടക്കുന്നവർക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ്. സാവർക്കർ മാത്രമല്ല, 42 പേര് സാവർക്കറുടെ കൂടെ മാപ്പപേക്ഷ കൊടുത്തിരുന്നു. സാവർക്കർ ഒന്നല്ല 6 തവണ അറ്റംപ്റ്റ് ചെയ്തു ക്ലെമൻസി പെറ്റീഷൻ. മഹാത്മാഗാന്ധി റെക്കമെൻഡ് ചെയ്തു സാവർക്കർക്ക് മാപ്പ് കൊടുക്കണം. മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ ചേട്ടാ ഞാൻ തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കുക, അതല്ല, ക്ലെമൻസിയാണിത്. അതിന് മലയാളത്തിൽ നമ്മൾ മാപ്പ് എന്ന് തർജ്ജമ ചെയ്യുന്നു. അത് എത്ര കണ്ട് ശരിയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പോട്ടെ, ഇത് കൊടുത്തു എന്ന് എൻ്റെ അറിവിൽ, ഒരുപക്ഷെ എൻ്റെ അറിവിൽ തെറ്റായിരിക്കാം, തിരുത്തട്ടെ ഇത് കാണുന്ന ആരെങ്കിലും, മാപ്പ് കൊടുത്തു എന്ന് ആദ്യം ലോകത്തെ അറിയിക്കുന്നത് സാവർക്കർ തന്നെയാണ്. എൻ്റെ ഓർമ്മയിൽ മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ്, എൻ്റെ നാട് കടത്തൽ എന്ന് പറഞ്ഞിട്ട് സാവർക്കർ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ സാവർക്കറാണ് ഈ മാപ്പപേക്ഷ എഴുതി എന്ന് പറയുന്നത്. കാരണം അന്ന് അതൊരു നാണക്കേടായിരുന്നില്ല. അപ്പോൾ ഈ 5-6 തവണ മാപ്പപേക്ഷ കൊടുത്തിട്ടും ഇപ്പോൾ അതിൻ്റെ ഭാഷയൊക്കെ പുറത്തു വന്നല്ലോ, കെഞ്ചിക്കേണ് താണ് വീണൊക്കെയാണ് ചോദിക്കും. എന്നിട്ടും ബ്രിട്ടീഷുകാർ മാപ്പ് കൊടുത്തില്ല. അതാരും പറയാറുമില്ല. എന്താ കൊടുക്കാഞ്ഞ്? കാരണം പുറത്തിറങ്ങിയാൽ വലിയ അപകടകാരിയാണ് ഈ മനുഷ്യൻ. ഓക്കെ. അതുകൊണ്ട് കപ്പലിൽ നിന്ന് വെള്ളത്തിൽ ചാടി കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളാണ്, നിസ്സാരക്കാരനല്ല. അവർക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്നു ആൻഡമാനിൽ നിന്ന് ഏതെങ്കിലും ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേര് ഭാരതത്തിലേക്ക് നീന്തി കയറും, ചെന്നൈയിലേക്കോ കൽക്കട്ടയിലേക്കോ. മനുഷ്യസാധ്യമല്ല ആ നീന്തൽ, പക്ഷേ അവർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം മനുഷ്യന് അസാധ്യമായ പല കാര്യങ്ങളും സാവർക്കർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് സാവർക്കർക്ക് കിട്ടിയില്ല. ആൻഡമാനിൽ നിന്ന് പിന്നീട് ഇവിടെ കരയിൽ കൊണ്ടുവന്നിട്ട് യർവാദ ജയിലിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടു. 1937 മറ്റാണ് സാവർക്കർ സ്വതന്ത്രനാകുന്നത്. അതുവരെ കുറേ കാലം വീട്ടുതടങ്കലിൽ കിടന്നു, രത്നഗിരി ജില്ലയ്ക്ക് പുറത്ത് പോകരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ആ മനുഷ്യനെ അനുഭവിച്ച പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്തിനാ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എനിക്കറിയില്ല. അല്ല സാർ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ചിത്രകഥ വായിച്ചിട്ടുണ്ട്. വീർ സവർക്കർ എന്നായിരുന്നു എൻ്റെ പേര്. അതെ. അപ്പോൾ അന്നൊക്കെ വീര സവർക്കർ എന്ന രീതിയിൽ ചിത്രകഥ പുറത്തിറങ്ങി മലയാളത്തിൽ. അല്ല, ഇപ്പോൾ ഒരു ലിമിറ്റേഷനാണിത്. കാരണം നിങ്ങൾക്ക് ഗോൾവൽക്കറെ ആക്രമിക്കാൻ പറ്റുന്നില്ല, എന്നാൽ സാവർക്കറെ ആക്രമിച്ചേക്കാം. ഇതാണ് അതാണ്. അപ്പോൾ സാവർക്കറെ ഞാൻ പറയട്ടെ, മഹാരാഷ്ട്രയിൽ സാവർക്കറെ ആക്രമിക്കുകയില്ല. മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ സാവർക്കറെ ആക്രമിക്കുകയില്ല. ഇല്ല, ആക്രമിച്ച വിവരം അറിയും. ദ വീക്ക് ഈ മാപ്പപേക്ഷ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. മനോരമയാണ് ദ വീക്ക്. വീക്കിന് മാപ്പ് പറയേണ്ടി വന്നു ഇത് പ്രസിദ്ധീകരിച്ചതിന്. ഓക്കെ. മഹാരാഷ്ട്രയിൽ ഞാനാണത് കുത്തിപ്പൊക്കിയത്. വീക്ക് യാദൃശ്യമായിട്ട് എയർപോർട്ടിൽ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ സാവർക്കറെ മോശപ്പെടുത്തി, നല്ല ഭംഗിയുള്ള ലേഖനമാണ്, പക്ഷെ മോശപ്പെടുത്തി എഴുതിയിരിക്കുന്നു. മാപ്പപേക്ഷയുടെ ഫോട്ടോ കോപ്പിയൊക്കെ ഇട്ട് ഞാൻ പൂനെയിൽ ഒരാളിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വീക്കൊന്ന് വാങ്ങി നോക്കണം എന്ന് പറഞ്ഞു. അത് വലിയ ബഹളമായി. വീക്കിനെതിരെ അവർ പ്രൊസീഡ് ചെയ്തു. വീക്ക് അവസാനം അടുത്ത ലക്കത്തിന് മാപ്പ് പറഞ്ഞു. ആ ലേഖനം പ്രസിദ്ധീകരിക്കാനിടെ അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു, അതൊരുപാട് പേരെ മുറിപ്പെടുത്തി എന്നറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. മഹാരാഷ്ട്രയിൽ ഇതൊന്നും പറയില്ല. അത് ശരി. അപ്പോൾ ഇത് കേരളത്തിന് സ്പെസിഫിക്. എന്നിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു ധാരണയുണ്ട്, സാവർക്കർ എന്തോ RSSൻ്റെ ആളാണ് എന്ന്. അങ്ങനെയല്ല. ഐഡിയോളജി, ഈ ഭാരതത്തിൻ്റെ വിലയിരുത്തലിൽ കുറേ അധികം വ്യത്യാസം സാവർക്കറും RSSും തമ്മിലുണ്ട്. ഒന്ന്, സാവർക്കർ ഒരു 99% നിരീശ്വരവാദിയായിരുന്നു. 1% അവിടെ ഇവിടെയൊക്കെ ആധ്യാത്മികതയുടെ പേരിൽ അല്പസ്വല്പം ദൈവങ്ങളുടെ കാര്യം കാണാം. ബാക്കി 99%. പിന്നെ ഈ RSSൻ്റെ പ്രിയപ്പെട്ട ഒരു സാധനമാണല്ലോ ഗോവധ നിരോധനം. സാവർക്കർക്ക് അതിൽ യോജിപ്പില്ല. സാവർക്കർ പറഞ്ഞു, ഇങ്ങനെ പശുവിനെ ആരാധിച്ചതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നിങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അതായിട്ട് നിങ്ങൾ മാറുമല്ലേ. അങ്ങനെ നിങ്ങളുടെ സ്വഭാവം പശുവിനെ പോലെ ആയി. ആരടിച്ചാലും കൊള്ളും, ഓടും, പച്ചക്കറി മാത്രം തിന്നും, പിണ്ണാക്ക് തിന്നും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പച്ചപ്പാവം ഒരു സാധനമായി ഹിന്ദു മാറിയത് ഈ സാധനത്തെ ആരാധിക്കുന്നതുകൊണ്ടാണ്. ഇതങ്ങനെയല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാളയെയും പശുവിനെയും പണ്ടും ഉപയോഗിച്ചിരുന്നു കൃഷിക്ക് വേണ്ടിയിട്ട്.
ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അതിനെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. അതിനെ കൊല്ലണോ വേണ്ടയോ, ചെറുപ്പത്തിൽ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് നഷ്ടം ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ചട്ടങ്ങളൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ തൊട്ടുപോകരുത്, അത് ദൈവമാണ് എന്ന് പറയുന്നത് സമാജവിരുദ്ധമായ ഒരു കാര്യമാണ്. ഓക്കെ. ഇത് സാവർക്കർ എഴുതിയ ലേഖനമാണ്, മറാഠിയിലുള്ള ലേഖനമാണ്, എൻ്റെ കയ്യിലുണ്ട് ലേഖനം. ഇതായിരുന്നു സാവർക്കർ. ഇത് RSS ഇത് യോജിക്കുമോ? ഇല്ല. RSS മാതൃഭൂമി എന്നാണ് ഭാരതത്തെ വിളിക്കുന്നത്, സാവർക്കർ പിതൃഭൂമി എന്നാണ് വിളിക്കുന്നത്. അമ്മയും അച്ഛനും തമ്മിലൊരു വ്യത്യാസമല്ലേ. പിതൃഭൂമി എന്ന് വിളിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്, ആരാന്നറിയാമോ? കമ്മ്യൂണിസ്റ്റുകാർ. ഫാദർലാൻഡ് എന്നാണ്. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടാണ് സാവർക്കർ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ശരി. ഇവരീ പറയുന്ന ദാബോൾക്കർ ഇല്ലേ, ദാബോൾക്കർ ഹിന്ദു വർഗീയവാദികളാൽ കൊല്ലപ്പെട്ട ദാബോൾക്കർ ആരാ കൊന്നെന്ന് ആർക്കും അറിയില്ല. ഏതായാലും ആ ദാബോൾക്കറിൻ്റെ പ്രസംഗം യൂട്യൂബിലുണ്ട്. പറഞ്ഞൊരു കാര്യമില്ല, മറാഠിയിലാണ്. മറാഠിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു. അദ്ദേഹം അന്ധശ്രദ്ധാ നിർമ്മാർജ്ജന സമിതിയുടെ പ്രസിഡൻ്റായിരുന്നു. അന്ധവിശ്വാസ നിർമ്മാർജ്ജനം, ഇതാണ് മഹാരാഷ്ട്രയിൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം 2 പേരെ അഭിസംബോധനയല്ല, അവരെ സ്മരിച്ചുകൊണ്ടാണ്. ഒന്ന് ബാബാ സാഹേബ് അംബേദ്കർ, വേറൊന്ന് സാവർക്കർ, വീരവിനായക് ദാമോദർ സാവർക്കർ. ഇദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ് അന്ധവിശ്വാസം ഇല്ലാതെയാക്കാനായിട്ട് ദാബോൾക്കർ ഇറങ്ങി പുറപ്പെട്ടത്. ആ ദാബോൾക്കറെ RSSകാർ കൊന്നെന്നാണ് ഇവിടെ പ്രചാരണം. എന്ത് ചെയ്യുമെന്ന് പറ. ഈ ദാബോൾക്കറുടെ സ്പീച്ചസൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ആര് കാണും? അത് കണ്ടാൽ തന്നെ എത്ര പേര് മനസ്സിലാക്കും? ഇനി മനസ്സിലാക്കുന്ന മാത്രമല്ല, ഇമ്മീഡിയറ്റ് യൂട്യൂബിൽ വിളിച്ചു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ വീഡിയോ എടുത്ത് പണ്ട് എങ്ങനെ എടുത്ത് പാർട്ടിക്ക് എംബറാസ്മെൻ്റാണ് എന്ന് പറഞ്ഞാൽ അത് എടുത്ത് കളയിക്കാനോ ബ്ലോക്ക് ചെയ്യാനോ ഒക്കെ നോക്കും. ഇതാണ് കേരളത്തിലെ അവസ്ഥ. അല്ല സാർ, അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നാഗ്പൂർ, ഈ വാക്ക് RSSുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ രീതിയിൽ കേൾക്കുന്ന വാക്കാണ്. നാഗ്പൂരിലെ RSSൻ്റെ ആസ്ഥാനം, ആ നാഗ്പൂരിൻ്റെ വളർച്ച, RSSൻ്റെ വളർച്ച, RSSന് പിന്നിൽ വലിയൊരു ടീമുണ്ട്. കാലത്തിനൊത്ത് മാറുന്ന സംഘടന എന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരുന്ന ആ സംഘടനയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന, അതിനെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന വലിയ ബുദ്ധിജീവികളുടെ, വിദഗ്ധരുടെ ഒരു സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. ആ ഒരു അതൊക്കെ വെറുതെയാണ്. വെറുതെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ ഓഫീസ്, അതിനകത്ത് ഇങ്ങനെ നിറയെ ആയിട്ടിട്ടിരിക്കുന്ന കസേര, ടേബിൾ, അതിൽ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ആൾക്കാരിരിക്കുന്ന വിദഗ്ധന്മാർ. ഇത് നമുക്ക് മാറ്റിയാലോ? വേണ്ട, ഇത് ഇങ്ങോട്ട് ആ ഫയൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത്, ഇങ്ങനെയൊന്നും അല്ല. ഇത് തീർത്തും അനൗപചാരികമായിട്ട് ആളുകൾ കൂടുമ്പോൾ പറയും അതെ അത് ശരിയാണ്. ഇപ്പോൾ RSSൻ്റെ നിക്കറായിരുന്നു പോലീസുകാർക്ക് പണ്ടുള്ള പോലെ, RSSകാർക്ക് കാക്കി നിക്കറായിരുന്നു. പോലീസുകാർക്ക് പാൻറ്റായി, പക്ഷേ RSSകാരുടെ നിക്കറായിട്ട് തന്നെ നിൽക്കുന്നു. അതെ, ഞാനുമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഫീഡ്ബാക്ക് കൊടുത്ത ആൾ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി ആൾ വരിക അങ്ങനെയൊന്നുമല്ല. RSSൻ്റെ പലവിധ ബൈഠക്ക് ആലോചന യോഗങ്ങളൊക്കെ കൂടുമ്പോൾ, അല്ല അത് ഇതിപ്പം നിക്കറിട്ട് വരാനൊരു നാണക്കേടാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊടയൊക്കെ കാണിച്ച് മോശം. കാരണം ഇത് മാറി. പണ്ടൊക്കെ പോലീസുകാരനെ കണ്ടാൽ ആർക്കും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ പോലീസ് വേഷത്തിൽ ആൾ വന്നാൽ അത് ശരിയല്ല. അപ്പോൾ അങ്ങനെ വന്ന ചർച്ച എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അത് തീരുമാനിച്ചു. കാക്കി നിക്കർ മാറ്റി, അതിൻ്റെ കളറും മാറ്റി, ബ്രൗൺ പാൻസാക്കി, ഷർട്ടാക്കി. അതിനു മുമ്പ് പലതും മാറ്റിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ബൂട്ടായിരുന്നു, അത് ഷൂ ആയിട്ട് മാറി. ബൂട്ടും ഷൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. പട്ടാളക്കാരൻ്റെ ബൂട്ടാണ്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കായിക പരിശീലനം ഉണ്ടല്ലോ. കായിക പരിശീലനത്തിന് എൻ്റെ ചെറുപ്പത്തിൽ വാളുണ്ടായിരുന്നു, മൂർച്ചയില്ലാത്ത ഇരുമ്പിൻ്റെയാണ്, പക്ഷെ മൂർച്ചയില്ല. അത് വെച്ച് പഠിപ്പിക്കുന്നു. പിന്നെ ചൂരൽ, വേത്രചർമ്മ എന്ന് പറയുന്നത്, ചൂരൽ പഠിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ പിന്നീട് നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദണ്ഡ, പിന്നെ യോഗ് ചാപ്പ്, അങ്ങനെ 1-2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ RSSൽ വന്നിട്ടുണ്ട്. അത് സൈലൻ്റായിട്ട് വലിയ ഹൂഹാ ബഹളമൊന്നുമില്ലാതെ ഇങ്ങനെ മാറുന്നു, കാലത്തിനനുസരിച്ച് മാറുന്നു. അതുപോലെ പാടുന്ന പാട്ടുകളും പുതിയ പുതിയ പാട്ടുകൾ ആരെഴുതി എന്ന് പറയില്ലെന്നേ ഉള്ളൂ. അതുപോലെ നല്ല പാട്ടുകളുണ്ടെങ്കിൽ അത് സ്വാംശീകരിക്കുന്നു. അങ്ങനെയാണ് ONVയുടെ പാട്ട്, അത് ഗാനാഞ്ജലിയിൽ വന്നു എത്രയോ വർഷമായിട്ട്.
എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു പാട്ടായിരുന്നു അത്. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം. അത് ONV ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് വളരെ കാലം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ONV കുറുപ്പാണ് അത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ അനുമതിയോടെയാണ് അത് RSSൻ്റെ പാട്ടായിട്ട് അത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ദേശഭക്തി ഗാനങ്ങൾ അത് നിറയെ പരമേശ്വർജി എഴുതിയതുകൊണ്ട്, ഹരിയേട്ടൻ എഴുതിയതുകൊണ്ട്, ആരുടെയാണെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാത്തതൊക്കെ ഉണ്ട്. ഇതെല്ലാം മാറി മറിയുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ വിവാദത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതെ, ഈ എല്ലാ സംഘടനയും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് ആൾക്കാരിത് പറയുന്നത്. അങ്ങനെ ആവശ്യമില്ല. എല്ലാ സംഘടനയും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് വഴിയിട്ട് ഇൻറ്ററാക്ഷൻ വരികയാണെങ്കിൽ രജിസ്ട്രേഷൻ വേണ്ട അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഗ്രാൻറ്റ് വേണം, നിങ്ങൾ രജിസ്റ്റേർഡ് ആണോ എന്നുള്ള ചോദ്യം വരും. നിങ്ങൾക്കൊരു കേസ് കൊടുക്കണം, അപ്പോൾ ചോദ്യം വരും രജിസ്റ്റേർഡ് ആണോ. രജിസ്റ്റേർഡ് അല്ലെങ്കിലല്ല, രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് എടുക്കും, പക്ഷെ ചോദ്യം വരും കോടതിയിൽ നിന്ന്. അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസിനാണ് രജിസ്ട്രേഷൻ ആവശ്യമുള്ളത്. അതർവൈസ് അസോസിയേഷൻ ഓഫ് മെൻ അല്ലെങ്കിൽ സിറ്റിസൺ, അത് ഭരണഘടനയിലെ നമ്മളുടെ മൗലികാവകാശങ്ങളിൽ പെട്ടതാണ്. 19(1)(c) മറ്റോ ആണ് ഈ റൈറ്റ് ടു അസോസിയേഷൻ. അത് നമുക്കൊരു സംഘടന ഉണ്ടാക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാം. ഇപ്പം നാട്ടിൻപുറത്ത് ഈ ചിട്ടിയില്ലേ, ഡെയിലി ചിട്ടി, എവിടെ രജിസ്റ്റർ ചെയ്തു? അത് വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് നടക്കുകയാണ്. 10-50 പേരുണ്ടാകും, ചെറിയ കടക്കാരാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇയാൾ ചെറിയൊരു ബുക്കുമായിട്ട് വരും, കൈ നീട്ടും, ഇയാൾ 10 രൂപ കൊടുക്കും. ഇതെന്താ ഏർപ്പാട്? അപ്പോഴാണ് ഡെയിലി ചിട്ടി. രജിസ്ട്രേഷൻ ഇല്ല, നിയമമില്ല, ഒന്നുമില്ല. വിശ്വാസത്തിൻ്റെ പുറത്ത് നടക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും അറിയാം, ആരും ആരെയും പറ്റിക്കില്ല എന്നറിയാം. അങ്ങനെ അപ്പോൾ ദിസ് ഈസ് ഓൾ പെർമിറ്റഡ്. ഇതിനൊന്നും പോലീസിന് പിടിക്കാനൊന്നും പറ്റില്ല. ഇപ്പം പെർമിറ്റഡ് ആണത്. ആകെ ഇതേ ഉള്ളൂ, അതിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രാറുടെ അടുത്ത് പോകാൻ പറ്റില്ല. രജിസ്ട്രാറുടെ അടുത്ത് പോകണമെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇതേ ഉള്ളൂ. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം തർക്കമോ വാദമോ ഒന്നുമില്ല, കോടതിയിൽ പോകേണ്ട കാര്യമില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനും രജിസ്റ്റർ ചെയ്യണം? രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതങ്ങനെ പോകുന്നു. അതേസമയം ഗവൺമെൻറ്റുമായിട്ടോ മറ്റു രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് സേവാഭാരതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ABVP വിദ്യാർത്ഥി സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, BMS തൊഴിലാളി സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലവിധ പ്രോജക്റ്റുകൾ. ഇപ്പോൾ ലിയോ കാണുന്ന RSS കാര്യാലയങ്ങളില്ലേ, അതിന് ആ ലോക്കൽ അവിടുത്തെ 3-4 RSSകാരുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാകും. ആ ട്രസ്റ്റാണ് ആ കെട്ടിടം പണിയുന്നത്. അതിൽ RSS പ്രചാരകന്മാർ താമസിക്കുന്ന, പരിപാടികൾ ഒക്കെ നടക്കുന്നു. പക്ഷേ ബിൽഡിംഗ് ട്രസ്റ്റിൻ്റെയാണ്. അതുകൊണ്ട് വഴക്കില്ല. ഇനി അഥവാ വഴക്ക് വന്നു കഴിഞ്ഞാലും അത് ട്രസ്റ്റിൻ്റെ വഴക്കാണ്, RSSൻ്റെ വഴക്കല്ല. മനസ്സിലായി. RSS ഈ ബിൽഡിങ്, കാശ്, ഇതിൻ്റെ ഇടാകൂടത്തിൽ നേരിട്ട് ഇടപെടാത്തത് കൊണ്ട് വഴക്കില്ല, ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ശ്രമമില്ല, ഒന്നുമില്ല. സന്തോഷമേ. ഇത് പങ്കജ് ഖാർഗെയ്ക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ആ മനുഷ്യൻ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ആരുടെയോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന സർക്കസ്, അത്രയുള്ളൂ. എങ്കിലും അവസാനമായിട്ട് ഒന്ന് ചോദിച്ചോട്ടെ, NGO ആയിട്ടും ഇത്രയേറെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് എങ്ങനെ? കാരണം നമ്മൾക്കറിയാം, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ്, ബംഗാൾ തിരഞ്ഞെടുപ്പ്, ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഏറ്റവും ശക്തമായൊരു സ്വാധീനം RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? ഹൗ ഈസ് ഇറ്റ് ഹാപ്പനിങ്? അല്ല, അത് മനുഷ്യൻ്റെ ഭാരതത്തിൽ പൊതുവെ ദേശീയ വികാരം കൂടിക്കൂടി വരുന്നു. ദേശീയ വികാരം വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഏത് പാർട്ടിക്കാണോ അവർക്ക് വിജയം ഉണ്ടാകും. കോൺഗ്രസ്സിന് ഇതിൻ്റെ ഗുണം കിട്ടാം, അവരും ദേശീയതയിൽ ഉറച്ചു നിന്നാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണോ? RSSൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണഫലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടും. അവർ ഈ വേണ്ടാത്ത ഏടാകൂടമൊക്കെ കളഞ്ഞിട്ട് ഒരു ദേശീയ പാർട്ടിയായിട്ട് മാറി നോക്കിയ RSSകാരൻ സന്തോഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. കാരണം RSSൽ നിരോധനമൊന്നുമില്ല, ഇന്ന പാർട്ടി BJPക്ക് പോയി വോട്ട് ചെയ്യണം കേട്ടോ എന്നൊന്നും പറയുമൊന്നുമില്ല. വോട്ട് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയും. പിന്നെ സാധാരണഗതിയിൽ RSSനോട് അനുഭവമുള്ളവർ ചെയ്യുന്നത് എന്താ? RSSനെ എതിർക്കാത്ത പാർട്ടി ഏതാ? BJPയേ ഉള്ളൂ, BJPക്ക് ചെയ്യും. അങ്ങനെ BJPയുടെ വോട്ട് വർദ്ധിച്ചു. മറ്റ് പാർട്ടികൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് RSSനെ എതിർക്കുന്നത്? അതിന് പകരം RSSൻ്റെ കൂടെ ചേരുക, ദേശീയതയുടെ കൂടെ ചേരുക, നിങ്ങൾക്ക് വോട്ട് കിട്ടും.
ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആരൊക്കെയാണോ അയാൾ ഭരണത്തിൽ വരും. സന്തോഷം, വിരോധമൊന്നുമില്ല. അല്ലാതെ RSS തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതാപരമായിട്ട് ശരിയല്ല. RSS എപ്പോഴും പ്രവർത്തിക്കുന്നു. ഓക്കെ. തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ RSSലേക്ക് വരുന്നു. ഇവരെന്താ ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഇവർ പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് എണ്ണയിട്ട യന്ത്രം പോലെ RSS പ്രവർത്തിക്കുന്നു. എണ്ണയിട്ട യന്ത്രം അത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് നിങ്ങളത് ശ്രദ്ധിക്കുന്നത്. അല്ലാത്തപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എണ്ണയിട്ടോ ഇടാതെയോ പിണ്ണാക്കിട്ടോ എന്താ എങ്ങനെയാണോ അതിൻ്റെ ഒരു എഫിഷ്യൻസി അനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും എണ്ണയിട്ട യന്ത്രം പോലെയാണോ RSS വർക്ക് ചെയ്യുന്നത്? അല്ല. പോരായ്മകളില്ലേ? ഉണ്ട്. ബട്ട് അത് പ്രവർത്തിക്കുന്നു. യെസ്. ആ തെരഞ്ഞെടുപ്പ് സമയത്താണ് എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി RSS പ്രവർത്തിക്കുന്നു തോന്നുന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശ്രദ്ധ മാറി. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് RSS ഓഫായി എന്നാണ്. യന്ത്രം ഓഫായി. ആയിട്ടില്ല, അത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. യെസ്. RSS പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് സുതാര്യമായി, ഒപ്പം തന്നെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ട്. അതിൻ്റെ നേതൃത്വത്തിന് സ്ഥാനമോഹങ്ങളിൽ അത്യാഗ്രഹമില്ല, അതിൽ പറ്റിപ്പിടിച്ചിരിക്കണമെന്നുള്ള ഒരു ദുരയും ഇല്ല. അതുതന്നെയാണ് ഈ സംഘടനയെ 100 വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ശക്തമായി മുന്നേറുവാൻ സഹായിക്കുന്നതും എന്ന് നമുക്ക് ഉറച്ചു തന്നെ പറയാൻ സാധിക്കും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.